ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തിന് ഒരു വലിയ പദ്ധതിയുണ്ട്. നീണ്ട 430 വർഷത്തെ മിസ്രയീം അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിച്ച് പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം തിരഞ്ഞെടുത്തത് മോശയെയാണ്. മോശ എന്ന പേരിനർത്ഥം വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തവൻ എന്നാണ്. ഈ പേര് നൽകിയത് ഫറവോന്റെ പുത്രിയാണ്. സകല എബ്രായ കുഞ്ഞുങ്ങളെയും കൊന്നുകളയണമെന്ന് രാജാവിന്റെ കൽപ്പന ഉള്ളപ്പോൾ തന്നെ രാജകൊട്ടാരത്തിൽ രാജപുത്രിയെ കൊണ്ട് മോശയെ സംരക്ഷിച്ച നമ്മുടെ ദൈവം എത്രയോ വലിയവനാണ്. അവൻ നടത്തുന്ന വഴികളും എത്രയോ അത്യത്ഭുതമാണ്. ഇവിടെ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനതയെ കനാൻ നാട്ടിലേക്ക് നയിക്കുമ്പോൾ അവർ സന്തോഷത്താൽ ആർത്തു. എന്നാൽ ആ ആർപ്പ് അധികം നീണ്ടു നിന്നില്ല. കാരണം അതാ മുന്നിൽ 12 മൈൽ നീളവും 250 അടി ആഴവും കൂറ്റൻ തിരമാലകളും ഉള്ള ചെങ്കടൽ, ഇരുവശങ്ങളിലും കൂറ്റൻ പർവ്വത നിരകൾ, പിന്നിലോ പാഞ്ഞു വരുന്ന ഫറവോനും സൈന്യവും. 4 വശവും കെട്ടിയടയ്ക്കപ്പെട്ടപ്പോൾ ജനം മോശയ്ക്കെതിരെ കുറ്റങ്ങൾ ആരോപിക്കാനും പിറുപിറുക്കാനും തുടങ്ങി. നാമും ഇങ്ങനെയൊക്കെ പലപ്പോഴും ആയിത്തീരാറുണ്ട്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ പരസ്പരം പഴിചാരി ജീവിതം ദുസ്സഹമാക്കാറില്ലേ? എന്നാൽ ഇത്ര വലിയ പ്രതിസന്ധിയുടെ മുൻപിൽ മോശ എന്താണ് ചെയ്തത്? ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ഇങ്ങനെ പറഞ്ഞു: ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. പുറപ്പാട് 14:13-14 വചനങ്ങൾ. എത്ര വലിയ മരുഭൂമി അനുഭവങ്ങളിലും എത്ര വലിയ ചെങ്കടൽ അനുഭവങ്ങളിലും വിട്ടേച്ചു പോകുന്നവനല്ല നമ്മുടെ ദൈവം. കൂടെ നിന്ന് ആർക്കും അടച്ചു കളയുവാൻ പറ്റാത്ത വിധം വഴി ഒരുക്കുന്നവനാണ് നമ്മുടെ ദൈവം. മോശ തനിക്കെതിരെ പിറുപിറുക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത ജനങ്ങളുടെ വിശ്വാസത്തെ പുതുക്കി. ദൈവം പ്രവർത്തിക്കണമെങ്കിൽ സകല ബന്ധങ്ങളെയും ഊട്ടി ഉറപ്പിക്കണം. നിരപ്പ് പ്രാപിക്കാൻ മനസ്സില്ലാതെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. ശത്രുവിനോട് പോലും ക്ഷമ ചോദിക്കണമെന്നാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നത്. അത് ദൈവമഹത്വം ഭവനങ്ങളിൽ ഇറങ്ങുവാൻ ഇടവരും. മോശയ്ക്കെതിരെ പിറുപിറുത്ത ജനത്തോട് മോശ പിണങ്ങിയില്ല. പകരം അവരെ വിശ്വാസത്താൽ ഉറപ്പിക്കുവാൻ വേണ്ടി നോക്കി. നാം തോറ്റുകൊടുത്താൽ തീരുന്ന പ്രശ്നങ്ങളാണെങ്കിൽ തോറ്റുകൊടുക്കണം. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത ഒരു കൊച്ചു വൈറസിന്റെ മുൻപിൽ തോൽക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ? കാൽവരിയിൽ യേശു നമുക്ക് വേണ്ടി തോറ്റത് കൊണ്ടല്ലേ നാം ജയാളിയായത്. സകല ബന്ധങ്ങളെയും പുതുക്കി ജീവിക്കുവാൻ അത് നിശ്ചയമായും നമ്മുടെ ജീവിതത്തില് അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരും. മോശ ജനത്തോട് പറഞ്ഞത് ഭയപ്പെടരുത് എന്ന് പറഞ്ഞ് ഉറപ്പിച്ചു നിൽപ്പാൻ പ്രേരണ കൊടുത്തു. കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോയാലും കാലിനെ പാറയിൽ ഉറപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്ക കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ഹോവയാം യാഗിൽ ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ ഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീനെന്ന് യെശയ്യാവ് 26:3-4 വചനങ്ങൾ വായിക്കുന്നു. മോശ വീണ്ടും ജനത്തോട് പറഞ്ഞു: മിണ്ടാതിരിപ്പീൻ. ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രതിസന്ധികൾ വരുമ്പോൾ അന്യോന്യം പോരടിക്കണ്ട, അന്യോന്യം കുത്തുവാക്കുകൾ പറയേണ്ട, അന്യോന്യം പഴിചാരേണ്ടതുമില്ല. ദൈവത്തിൽ മിണ്ടാതിരിപ്പീൻ. അവന്റെ കാൽപാദങ്ങൾ നാം കമിഴ്ന്നു വീണ് കണ്ണീരൊഴുക്കുമ്പോൾ ആ വേദന ദൈവം അറിയുന്നു. ദൈവത്തിന് ഈ ഭൂമിയിൽ അസാധ്യമായ ഒരു കാര്യമേ ഉള്ളൂ.
ഒരു ഭക്തന്റെ കണ്ണുനീര് മറന്നു കടന്നു പോകുവാൻ യേശുവിന് സാധ്യമല്ല. വഴിയരികിലിരുന്ന കുരുടൻ യേശു ആ വഴി വന്നപ്പോൾ ഉറക്കെ കരഞ്ഞതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയുന്നു. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. യേശു ആ കണ്ണുനീരിന് മുൻപിൽ അവിടെ ക്ഷണം നിന്നു. അവന് കാഴ്ച കൊടുക്കുകയും ചെയ്തു. മോശ ജനത്തോട് ഭയപ്പെടരുതെന്നും ഉറച്ചു നിൽപ്പാനും ദൈവത്തിൽ മിണ്ടാതിരിപ്പാനും കൽപ്പിച്ചു. മോശ ദൈവത്തോട് അപേക്ഷിച്ചു. ഫലമോ, ഫറവോന്റെ സൈന്യത്തെ പോലെ കുതിരകളും യുദ്ധസന്നാഹങ്ങളും ഇല്ലാതെ ഇരുന്നിട്ടും ചെങ്കടലിൽ ലക്ഷക്കണക്കിന് ആളുകൾ കടന്നു പോകാനുള്ള ഉണങ്ങിയ വഴി ദൈവം ഒരുക്കി. വെള്ളത്തെ മതിലാക്കി നിർത്തി അവരെ അക്കരെ കടത്തി. മതിൽ പോലെ നിന്ന വെള്ളം ആർത്തു വന്ന് ഫറവോൻ സൈന്യത്തെ മുക്കിക്കളയുകയും ചെയ്തു. പല പ്രശ്നങ്ങളുടെ നടുവിലും ഉറച്ചു നിൽപ്പീൻ. ഭയപ്പെടരുത്. യുദ്ധം സ്വന്തം കരങ്ങളിൽ എടുക്കേണ്ടതില്ല. കാരണം ദൈവം നീതിമാൻ. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നീതി നടപ്പിലാക്കും. മിണ്ടാതിരുന്ന് നമ്മുടെ ദൈവം ആരാണെന്നറിഞ്ഞ് നാം ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീരണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.